സുജൂദ് എപ്പോഴാണ് തുടങ്ങിയത് പാപ്പു? സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദി എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞപ്പോഴാണ്. അതിൻ്റെ ശേഷമാണ് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാൻ തുടങ്ങിയത്. എൻ്റെ ഉസ്താദുകളിൽ ഇങ്ങനെ പറയല്, സുബ്ഹാന റബ്ബിൽ അളീം എന്ന് പറഞ്ഞാൽ വണ്ണമായ റബ്ബ് എന്നാണ്. അഅല എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യുന്നതൻ എന്നാണ്. അതെന്താ കാരണം? തഫ്ലീലാണ്. അഫൽ എന്ന് പറഞ്ഞാൽ അഫ്ദൽ തഫ്ലീലാണ്. അപ്പോൾ മറ്റേതിന് മേലെയാണിത്. ഇതാണ് ഏറ്റവും മേലെ ആണല്ലോ. റുക്കുവിനേക്കാളും മേലെയല്ലേ സുജൂദ്? അപ്പോൾ അത്യുന്നതനായ എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ എന്താ അത്? അവിടെ പറഞ്ഞ എങ്ങനെയാണ്? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിൻ്റെ റബ്ബിൻ്റെ വിശുദ്ധി വായിത്തിക്കോ. അല്ലദീ ഖലഖ, അവൻ ആരാണ്? അവൻ സൃഷ്ടിച്ചു. ഫസവ്വ, ഏറ്റപ്പറ്റ് തീർക്കുകയും ചെയ്തു. സന്തുലിതമാക്കിയതാണ് തസ്വിയത്ത്. ഇപ്പോൾ തസ്വിയത്ത് എന്നുള്ള വാക്കിന് വളരെ വിപുലമായ അർത്ഥമാണ്. നമുക്ക് പ്രഷറും പ്രമേയമൊക്കെ അല്ലേ, വേണോ വേണ്ടേ? വേണം. സന്തുലിതമായിരിക്കണം, ഏറാനും പാടില്ല. അതൊക്കെ പെട്ടുതിൽ അയൽ സബ്ബ എന്ന് പറഞ്ഞതിൽ പെടാത്തൊന്നുമില്ല. ഒരു പ്രഷറും പ്രമേയം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. എന്നാലും എനിക്ക് ഒരുപാട് 10-15 ഒക്കെ ബൗഡറിലാണ് നിൽക്കുകയാണ്. ഒക്കെ ആയിരുന്നു നോക്കുക. ഡോക്ടർ വാക്ക് എങ്ങനെയാണ്? ഒരു കാര്യം 2 കാര്യം എന്നല്ല സന്തുലിതമായിട്ട് നിൽക്കേണ്ടത്, ആണോ? അങ്ങനെ വേണ്ടി പഠിച്ചോളി. ഒക്കെ കുറയാനും പാടില്ല. അത് സബൻ്റെ അർത്ഥമാണ് തസ്വിയത്ത്. പിന്നെ ഈ സൃഷ്ടിപ്പിൻ്റെ ഈ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ആലോചിച്ച് നോക്കണ്ടേ? സുജൂദിൽ കടന്നിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ ഒന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പം പിന്നെ ഡയാലിസ് സമ്പ്രദായം വളരെ വ്യാപകമാണല്ലോ. ഒരു പയറ്റുംകുരുവിൻ്റെ മാർക്ക് വളരെ ചെറിയൊരു അവയവമാണ് നമ്മൾ വൃക്ക എന്ന് പറഞ്ഞത്. ഒരു ദിവസം എത്ര രക്തമാണ് അരിക്കേണ്ടത് പറഞ്ഞത്? 700 ലിറ്റർ രക്തം അരിക്കുന്ന ഞങ്ങൾ. 700 ലിറ്റർ രക്തമൊന്നും നമുക്കില്ല. മേലെ എത്തായാലും ഞാൻ ഇതൊക്കെ ഡോക്ടർമാരോട് ചോദിച്ചാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ ഇതൊന്നും ആരെങ്കിലും എഴുതിയ പുസ്തകമല്ല, വലിയ കാര്യപ്പെട്ട ആളുകൾ എഴുതിയ പുസ്തകത്തിൽ ഞാൻ അത് വായിക്കണം. 70 ലിറ്റർ അല്ല, 700 ലിറ്റർ രക്തം ഒരു ദിവസം നമ്മൾ വൃക്ക അരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വൃക്കയറുമ്പോഴായിട്ട് 25 ലക്ഷം അരിപ്പകളുണ്ട്. നെഫ്രോൺ എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോഴും അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിച്ചതന്നെ പിന്നെ അരിക്കുകയാണ്. അരിച്ചതന്നെ അരിച്ചിങ്ങനെ ശുദ്ധിയാക്കി കൊണ്ടിരിക്കുകയാണ്. ആ വൃക്ക എന്ന് പറഞ്ഞാൽ പയറ്റുംകുരുവിൻ്റെ അത്രയുള്ള ചെറിയൊരു അവയവത്തിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കോടിക്കണക്കിന് ഉപ്പിൻ്റെ മെഷീൻ കൊണ്ടാണ് ശരിയാക്കുന്നത്. എന്നാലും അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടൂല. തസ്വിയത്ത് മനസ്സിലാക്കി ഏറ്റപ്പറ്റ് തീർക്കുക, സന്തുലിതമാക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് ചെറുതാണ്. എന്താ ചിന്തിച്ച് നോക്കിയത്? ഇതൊക്കെ റബ്ബിന്റെ കഴിവല്ലേ? അതാണ് സുബ്ഹാൻ. അവൻ പരിശുദ്ധനാണ്, അവന് യാതൊരു കുറവില്ല, എല്ലാ തികവുമുള്ളവനാണ്. അങ്ങനെയൊക്കെ സൃഷ്ടിക്കാനുള്ള കഴിവ് അവന് മാത്രമേ ഉള്ളൂ. കഴിവിന്റെ അടയാളാണ് സുബ്ഹാന 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 പറയണത്. അവൻ വലിയ കഴിവും തികവും ഉള്ളവനാണ്. ഒരു കമ്മിയും ഇല്ല, ഒരു പരിമിതിയും അവനില്ലാന്ന്. അവന് ന്യൂനതകളേ ഇല്ല. വൃക്ക അവന്റെ സൃഷ്ടിയിൽ ഏറ്റവും ചെറുതാണ്. തലച്ചോറിനെ പറ്റി പിന്നെ ഇങ്ങനെയൊന്നും പറയാൻ പോലും പേർക്ക് വയ്യ. ആ തലച്ചോറൊക്കെ ഈ അണ്ടും ബീജും കൂടി ചേർന്ന് ആഴ്ചകളെ കൊണ്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഹൃദയത്തിന്റെ സ്പന്ദനമൊക്കെ 4-ാം മാസത്തിലല്ല തുടങ്ങണത്. ഹൃദയവും തലച്ചോറൊക്കെ ഇതിന്റെ എത്രയോ മേലെയാണ് അല്ലേ? അതൊക്കെ വെൽക്കാക്കിയാലും ഉണ്ടാക്കാൻ കഴിയുമോ?